എല്ലാ കുട്ടികളും ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ പുതുശ്ശേരിയിൽ ഒരു ഹാളില്. അമ്പികമാർ വന്നിട്ടില്ല അല്ലേ? അപ്പോൾ ഞാൻ കുമ്മാട്ടിയെ പറ്റിയോ ഓണത്തിനെ പറ്റിയോ വിഷുവിനെ പറ്റിയോ എന്തെങ്കിലും 2 വാക്ക് 1 2 വാചകങ്ങൾ പറയാൻ താല്പര്യമുള്ളവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു 10-40 കുട്ടികളുണ്ട്. ഒരു കുട്ടി ഇങ്ങനെ വല്ലാണ്ട് കിടന്ന് വിഷമിക്കണം. ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞു. എന്താ പേരെന്ന് ചോദിച്ചു. അപ്പോൾ സൗമ്യ എന്ന് പറഞ്ഞു. വരുവോടോ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. വേദിയിലേക്ക് വരാൻ പറഞ്ഞു. എന്നിട്ട് 2 വാക്ക് പറയുമെന്ന് പറഞ്ഞു. ആ കുട്ടി 2 വാക്ക് പറഞ്ഞു. നന്നായിരുന്നു കേട്ടപ്പോൾ. 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായി കേട്ടോ മോളെ എന്ന് പറഞ്ഞ് ആ മുതുകിൽ തട്ടി ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. പിന്നെ 5 or 6 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി 11 മണിക്കൊരു വിളി. ഒരു സ്ത്രീയുടെ ശബ്ദം രാത്രി 11 മണിക്ക്. ഇതെത്തടപ്പ പുലിവാര്. സാർ ഞാൻ സൗമ്യയാണ്. ഹൗ ഈശ്വര, ഞാൻ വാണിയംകുളത്ത് നിന്നാണ് സംസാരിക്കുന്നത്. എന്താണ് സൗമ്യ? സാറിനൊരു സമ്മാനം കിട്ടി. എന്താ സംഗതി അറിയോ? ഈ AS മുമ്പിൽ തന്നെയാണ് ഈ കുട്ടി പഠിച്ചത്. ഇവിടെ പ്രസംഗ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടി. ജില്ലാതല പ്രസംഗ മത്സരം വാണിയംകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുക. അവിടെ നിന്ന് 10:30 മണിക്കോ എന്താണ് റിസൾട്ട് വന്നത്. സൗമ്യ അതാ ഇരിക്കട്ടെ. സൗമ്യ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്, അവരൊക്കെ ഒന്ന് കാണട്ടെ. സൗമ്യക്ക് 1ാം സമ്മാനം. അപ്പൊ സൗമ്യ എന്താ പറഞ്ഞറിയോ? സാറിനൊരു സമ്മാനം കിട്ടി എന്നാണ് രാത്രി 11 മണി. ഞാൻ വാസ്തവത്തിൽ വളരെ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത് ബാലവേല സഖ്യം വഴി എന്റെ കാര്യമൊന്നുമല്ല, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അധ്യാപകർക്ക് എന്തൊരു വലിയ ഭാഗ്യമാണ് വാസ്തവത്തിൽ. അറിയോ, എത്രയോ കുഞ്ഞുമക്കളുടെ കഴിവുകൾ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ പാടുന്നവർക്ക് നിന്റെ വഴി അതാണ്, പ്രസംഗിക്കുന്നവർക്ക് നിന്റെ വഴി ഇതാണ്. ചിത്രം വരയ്ക്കുന്നവരോട് എടോ തന്റെ ചിത്രം നന്നായിരിക്കുന്നു, നീ ചിത്രകാരൻ